നിലവിലെ ആഗോള സാമ്പത്തിക ക്രമത്തിൽ സ്വർണവും ക്രൂഡ് ഓയിലും തമ്മിലുള്ള പരമ്പരാഗത ബന്ധം തകിടം മറിയുന്ന വിചിത്രമായ ഒരു സാഹചര്യമാണ് നാം കാണുന്നത്. സാധാരണയായി യുദ്ധങ്ങളോ അന്താരാഷ്ട്ര പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ സ്വർണ്ണവില കുതിച്ചുയരുകയാണ് പതിവ്. എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടയിലും സ്വർണ്ണവില താഴേക്ക് പോവുകയും എണ്ണവില വർദ്ധിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് നാം കാണുന്നത്. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് സ്വർണ്ണവിലയിൽ പവന് 7560 രൂപയുടെ ഇടിവാണ് ഉണ്ടായത്. ഗ്രാമിന് ഇന്ന് 945 രൂപയുടെ ഇടിവും സംഭവിച്ചു. ഇതോടെ സ്വർണ്ണവില മാസങ്ങൾക്ക് ശേഷം 1 ലക്ഷം രൂപയ്ക്ക് താഴേക്ക് എത്തുന്നു. ലോക ചരിത്രത്തിൽ രാഷ്ട്രീയമോ സാമ്പത്തികമായ എന്ത് അസ്ഥിരതകൾ ഉണ്ടാകുമ്പോഴും നിക്ഷേപകർ ഏറ്റവും സുരക്ഷിതമായ ഇടമായി കണ്ടിരുന്നത് സ്വർണ്ണത്തെയായിരുന്നു. എന്നാൽ നിലവിലെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഈ രീതിശാസ്ത്രം അപ്രസക്തമായിരിക്കുന്നു. ലോകത്തെ പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ ഒന്നായ ഇറാൻ സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായതോടെ ആഗോള എണ്ണ വിതരണ ശൃംഖലയിൽ വലിയ തടസ്സങ്ങൾ നേരിട്ടു. ഇത് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ കാരണമായി. ചരിത്രത്തിൽ ആദ്യമായാണ് എണ്ണവില ഉയരുമ്പോൾ സ്വർണ്ണവില ഇത്രത്തോളം താഴേക്ക് പോകുന്നത്. എണ്ണവില വർദ്ധിക്കുന്നത് ഗതാഗത വ്യാവസായിക ചെലവുകളെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. ഇത് വികസിത രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള പണപ്പെരുപ്പത്തിന് കാരണമാകുന്നു. പണപ്പെരുപ്പം നിയന്ത്രിക്കാനായി അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ ഉയർത്താൻ നിർബന്ധിതരായി. പലിശ നിരക്ക് കൂടുമ്പോൾ ബാങ്ക് പലിശയോ ഡിവിഡൻഡോ നൽകാത്ത സ്വർണത്തേക്കാൾ ലാഭകരമായ അമേരിക്കൻ ഗവൺമെന്റ് ബോണ്ടുകളിലേക്ക് നിക്ഷേപകർ ആകർഷിക്കപ്പെടുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഡോളറിലാണ്. അമേരിക്കൻ പലിശ നിരക്കുകൾ ഉയരുമെന്ന പ്രതീക്ഷയിൽ നിക്ഷേപകർ ഡോളർ വാങ്ങിക്കൂട്ടുന്നത് അതിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. ഡോളർ ശക്തിപ്പെടുമ്പോൾ മറ്റ് കറൻസികൾ ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നത് കൂടുതൽ ചെലവേറിയതാവുകയും സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു. രാജ്യാന്തര വിപണിയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ മാത്രം സ്വർണ്ണവിലയിൽ 11% ഇടിവുണ്ടായി. 1983 ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിവാര തകർച്ചയാണിത്. ഔൺസിന് $4491 എന്ന റെക്കോർഡ് നിലവാരത്തിൽ നിന്നും വില $4325 ഇടിഞ്ഞു. സ്വർണത്തിന് പിന്നാലെ വെള്ളിയുടെ വിലയിലും സമാനമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്വർണം കേവലം ഒരു ലോഹമല്ല, മറിച്ച് വലിയൊരു സമ്പാദ്യമാണ്. പവന്റെ വില 1.5 ലക്ഷം രൂപ കടക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്ന സ്ഥാനത്ത് നിന്നാണ് ഇപ്പോൾ വില താഴേക്ക് വരുന്നത്. വിപണിയിലെ ഈ പ്രവണത തുടരുകയാണെങ്കിൽ കേരളത്തിൽ സ്വർണ്ണവില ഇനിയും താഴേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് സാധാരണക്കാർക്കൊക്കെ ആശ്വാസമാണെങ്കിലും ഉയർന്ന വിലയിൽ നിക്ഷേപം നടത്തിയവർക്ക് വലിയ തിരിച്ചടിയാണ്. സ്വർണം എക്കാലത്തും സുരക്ഷിതമാണെന്ന അന്ധമായ വിശ്വാസം തിരുത്തേണ്ട കാലമായി എന്ന സാഹചര്യം കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പഴയ കാലത്തെ പോലെ യുദ്ധങ്ങൾ കേവലം സൈനികമായ പോരാട്ടങ്ങൾ മാത്രമല്ല, മറിച്ച് സാമ്പത്തിക താല്പര്യങ്ങളുടെയും നയതന്ത്രങ്ങളുടെയും യുദ്ധക്കളം കൂടിയാണ്. അതിനാൽ മുഴുവൻ സമ്പാദ്യവും സ്വർണത്തിൽ മാത്രം നിക്ഷേപിക്കാതെ നിക്ഷേപങ്ങൾ വൈവിധ്യവൽക്കരിക്കുക എന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യന്താപേക്ഷിതം. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിയോടൊപ്പം അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങളും ചേർന്നാണ് സ്വർണത്തിന്റെ തിളക്കം കുറിക്കുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ നീക്കങ്ങളും എണ്ണവിലയിലെ മാറ്റങ്ങളും സ്വർണത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ എന്തായാലും നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.